chega, domina o baile, é foda demais. Gata braba, safada, bagunça meu juízo em paz. Vai rebolando, jogando um corpinho sem dó nem dó. No grave que bate, que bota com bota, que bota com bota, com muita pressão. No batucão ela vem, vem, sua na pele não para, vai, vai. Corpo no grave perde a razão, que bota com muita pressão. No batucão ela vem, vem, sua na pele não para, vai, vai. Corpo no grave. Hi guys, I am back. ലാസ്റ്റ് നമ്മളൊരു ഹൊറർ വീഡിയോ ഇട്ടാരോ കുറച്ചെണ്ണം വന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇട്ട് നമുക്ക് അത്ര വലിയ പേടിയൊന്നായി അങ്ങനെ വിട്ടാൽ ശരിയാവൂല, കുറച്ച് പഠിപ്പിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഹെഡ്സെറ്റ് കുത്തിട്ട് കേൾക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു പേടിയും തോന്നൂല. കാരണം ആ സൗണ്ട് എഫക്റ്റും ആ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അതേപോലെ കേട്ടാൽ ആ ഒരു പേടി വരുള്ളൂ. അതിന്റെ കുറെ കാലം മുമ്പ് നമ്മൾ ജിന്നിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ആക്ച്വലി അത്യാവശ്യം റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു. ഇന്ന് ഞാൻ കുറച്ചും കൂടി ജിന്നിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ മൊത്തം റിയൽ ആന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ഗോസ്റ്റിനെ കാണാൻ പറ്റില്ല. കാരണം റിയൽ ഗോസ്റ്റിനെ നമുക്ക് ഒരു ക്യാമറയിലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇവര് കാണിച്ചു തരൂല, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ സംഭവം കുറച്ച് ബ്ലറിങ്ങിലാണ്. പക്ഷേങ്കിൽ സാധനം ജിന്നാ മോനെ, അതും കുറച്ച് സീന് സാധനം ഉള്ളത്. വേഗം ഒരു ഡയപ്പർ അല്ലെ മമ്മി പോക്കോ പെൻസ് അത് ഇട്ടിട്ട് വീഡിയോ കണ്ടു. മഞ്ചാടി തലയാട്ടിട്ട് പോയ ആടുകളിൽ ഏതോ ചെറുക്കനൊന്നല്ല, ജിന്നിന്റെ കുട്ടി എന്നാ പറയുന്നത്. ഇതിന്റെ മുമ്പേ ചങ്ങായി ഇംഗ്ലീഷിൽ എന്തെല്ലോ പറയുന്നുണ്ട്, ജിന്നിന്റെ കുട്ടിയാണ്, ആരും ഇല്ലാത്ത സമയത്ത് അത് ഇൻവിസിബിൾ എന്ന് വിസിബിൾ ആയതാണെന്നെല്ലാം പറയുന്നത്. ചിരിയെല്ലാം വരുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ നിക്കണ്ട മോനെ. ജിന്നിനെ ഒന്നും വെച്ച് തമാശ ഉണ്ടാക്കാൻ പാടില്ല. ഏതോ ഒരു ബഗിടെ ഏതോ ഒരു ആശുപത്രിയിൽ നൈറ്റേഷൻ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഹെഡ്സെറ്റ് കുത്തണം, ഹെഡ്സെറ്റ് കുത്തിയാലാണ് സാധനം കേൾക്കൂ. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലോ ആട് വീഡിയോയിൽ അടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് കുത്തിയാലൊക്കെ പുറക്കത്തെ ടിവിയിലൊക്കെ കാണുകയാണെങ്കിൽ ഒരു പേടി ഉണ്ടാവില്ല. നിങ്ങൾ ഈ വക ഒച്ച ഒന്നും കേൾക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഹെഡ്സെറ്റ് കുത്ത്, അപ്പൊ എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്നുള്ള അലർച്ചി സംഭവം എല്ലാം കേൾക്കാൻ പറ്റും. കണ്ട കമ്പിക്കാരടിക്കുന്നുണ്ട. ആശുപത്രിയാണെന്നോ തോന്നുന്നുണ്ട് കേട്ടാ. ബെട്ടൊക്കെ ആടത്തം വരെ ഓക്കെ. എന്റെ തല റൊട്ടേറ്റ് ആയാലും എനിക്ക് ഇവിടുന്ന് വരുന്നു. എന്റെ തല റൊട്ടേറ്റ് ആയാലും ഉള്ളിൽ ചോരയൊക്കെ ഉള്ളിലൊക്കെ നേരെ റിവേഴ്സ് പോയി. ഓപ്പറേഷനാ ഇത്? ഏത് മറ്റേ തായ്ലാൻഡ് എങ്ങനെ തോന്നട്ടാ. ഹോസ്പിറ്റലിൽ ആൾക്കാരുണ്ട്. പിടിച്ചോ? കേക്കുന്നുണ്ടോ? എന്താ ചെയ്തേ? ഓനെ പിടിച്ച് കഴുത്ത് നീക്കി കൊന്ന, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ എടുത്തു കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്ത് എനിക്കറിയില്ല. ഏതോ പകിടത്തെ ഒരുത്തെ മറ്റേ പൂട്ടിയിട്ട് ഏതോ ഹോസ്പിറ്റലിൽ ഈ കിഡ്നിയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന ആൾക്കാരല്ലേ തട്ടിക്കൊണ്ടുപോയിട്ട്. അങ്ങനത്തെ ഏതോ സ്ഥലത്തെങ്ങനെ പോയിട്ട് മൊയ്തിനെ പിടിച്ചിട്ട് ആളുള്ള ആരോ കിഡ്നിയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റും തോന്നും. ആ കഴുത്തെല്ലാം പിടിച്ച് ഇരിക്കുന്നത് തൊണ്ടക്കുള്ള ശ്വാസം മുട്ടി പുഷിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഒച്ചയെല്ലാം കേൾക്കാൻ പറ്റും. ഞാൻ എന്താ പറയാ, ഹെഡ്സെറ്റ് മസ്റ്റായിട്ട് വെക്കാം. ഇന്നത്തെ വീഡിയോ ആണ്. വീഡിയോ ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് മൊബൈലിൽ എടുത്തതാ, അല്ലാണ്ട് ചാച്ചിപ്പിട്ടി മറ്റേ സാധനം എന്ന് വെച്ച്. അതായത് ഈ വീഡിയോ എല്ലാം ഏകദേശം 6-7 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് ഞാൻ എടുത്തതാ കേട്ടോ. ഇപ്പത്തെ വീഡിയോസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചാച്ചിപ്പിട്ടി മറ്റേ തേങ്ങലുണ്ട്. ഇപ്പോഴത്തെ വന്ന് 7 കൊല്ലം മുമ്പ് ഈ സാധനം വന്നിട്ടില്ലല്ലോ. അപ്പോഴുള്ള വിഷ്വൽസ് ആണ് ഇതൊക്കെ. കോമഡി എനിക്ക് പറയാൻ അറിയില്ല ഈ സാഹചര്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിരിക്കാനുള്ള വീഡിയോ അല്ല ഇത്, ജിന്നിന്റെ വീഡിയോ. ഡയപ്പർ കിട്ടിയില്ലേ, നനഞ്ഞിനൊന്ന് ഇങ്ങനെ ഒന്ന് കൈയിട്ട് തൊട്ടോക്ക്, ഒന്ന് തൊട്ടോക്കി കളാം. നനഞ്ഞിനോ അല്ലെ ഇപ്പൊ നനയും. 2-3 വീഡിയോ കൂടി ഉണ്ട്. അടുത്ത് ജിന്നാണാ. ഞാൻ വിചാരിച്ച ആദ്യം ഇത് അഭിനയിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഏതോ അങ്ങനെ ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നിന്നാന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്, അയാളേതോ ഒരച്ചുകൊണ്ട് പോകുന്നു. അയാള് തട്ടി നീ ഏതോ ഭാഗത്തേക്ക് പോയി. ഇയാളെ മുഖവും ഭയങ്കര ക്രീപ്പി.
ഒരുമാതിരി ഇച്ചി കണ്ണെല്ലാം വെള്ള കളർ. നമ്മള് ഫസ്റ്റ് ചെക്കിനെ നല്ല ആ മഞ്ചാടി എന്തിനാണ് ഈ പൂട്ടിയിട്ട ബിൽഡിങ്ങിൽ പോകുന്നത് ഇത്ര കഷ്ടപ്പെട്ടിട്ട്? ഞാനും ഈ ഹെഡ്സെറ്റ് കുത്തട്ടെ. ഐ ഓൾസോ വാണ്ട് ബെറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് ഒരു ഹെഡ്സെറ്റ് മതി, ഞാൻ 2 ഹെഡ്സെറ്റ് കുത്താറില്ല. എനിക്ക് പ്രേതം വന്നാൽ എനിക്ക് മനസ്സിലാവൂല. ഓ والله العظيم هيو انت بشر ولا جن؟ പറയുന്നതിന് കണക്കായിട്ട് മൂളുന്ന എന്റെ പെണ്ണും പുള്ളിയാ. നീ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ആൻസർ തരാൻ. അറബിൽ എന്ത് പറഞ്ഞ? ചായ കുടിച്ചാ? ചോറ് വെച്ചിനാ? വല്ലേച്ചിനാ? തുറീനാ? തുറീന് എത്ര പ്രാവശ്യം? എല്ലാത്തിനും ഉത്തരം തരുന്നുണ്ടല്ലോ. ഇതാരോ നല്ല ട്രെയിൻ ചെയ്തിട്ടില്ല ജിന്ന, നല്ല അനുസരണുണ്ട്. خليك بدي احكي معك انا بدي اساعدك بسم الله الرحمن طلعوا عينيه يا اخوان كيف بلمعوا നീ ചെയ്തില്ലല്ലേ? അവിടെ നിന്നിച്ച് നോക്കുന്നേ ഉള്ളൂ, ടോർച്ച് അടിച്ചിട്ട് പോകുന്നില്ല. ഇതൊക്കെ റിയൽ ജിന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്, പക്ഷെ ഇതൊക്കെ റിയൽ ജിന്നാണോ എനിക്ക് തോന്നില്ല. നമുക്ക് ചില വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നും ഓ ഇതെങ്ങനെ പോസിബിൾ ആകും, ഇതിൽ എന്തോ ഒരു സത്യമുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇത് അവിടെ അവനാട് അനങ്ങാണ്ട് നിൽക്കും, അത് വേണം ആർക്കും വേണം ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു ഫർദ് ഇട്ടിട്ട് അടപ്പിരുന്നിട്ട് ടോർച്ച് അടിച്ചതൊക്കെ സിമ്പിൾ. അതൊന്നല്ല, അത് ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുന്നത്. ഏത് ജിന്ന ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്ക? ആരെ കൊടുക്ക? ഇതൊന്നും വിശ്വസിക്കണ്ട. ഞാൻ പറയുന്ന സാധനം വിശ്വസിച്ചാൽ മതി. ഇയാള് പട്ടിനെയും പൂച്ചിനെയല്ല വളർത്തുന്ന പോലെ ജിന്നിനെ വളർത്തുന്നു. ഇയാൾ ഓരോ സ്ഥലത്ത് പോയിട്ടിട്ട് ജിന്നിനെ ആവാഹിച്ച് കൊണ്ടുവരും. എന്നിട്ട് ജിന്നും ഇയാള് ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെ. മണ്ണൊക്കെ ഊതിയിട്ട് ബുക്കിന്റെ മണ്ടൊക്കെ എനിക്ക് ഒരക്കുന്ന സൗണ്ട് ഇഷ്ടമല്ല. സോപ്പിന്റെ പൊടിയാ വിമ്മ പാത്രം കന്ന സാധന വായിക്കാത്തല്ലടിക്കുന്നു. بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله بسم الله الرحمن الرحيم. ഇയാൾ ഏത് ഗുഹയെ പോയിട്ട് ഇനി ആവാഹിക്കുന്നേ? ആ ഒരിക്കലും എനിക്ക് പല്ല് പിടിക്കും. ഇങ്ങനെ സൗണ്ട് ഇട്ട പല്ല് വിളിക്കും. വടി ഇങ്ങനെ എയറിലിക്കുന്നേ. പണ്ട് ഉമ്മാമല്ലേ സ്വർണ്ണം വായിച്ചു കഴിഞ്ഞാല് അത് ഇട്ട് വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പെട്ടി കൊടുക്കുകയോ, ഇതിന്റെ ചുവന്ന കളറുള്ള അതിന്റെ കറുത്ത കളറുള്ള അതിന്റെ അകത്ത് ഇയാൾ ഊയും എല്ലാം വാരി ഇട്ടിട്ട് ജിന്നിനെ ആവാഹിക്കുന്നു. മുക്കത് ഓട്ടോമാറ്റിക് അടയുന്ന് നിലത്ത് നട അവിടെ കുഴിയുണ്ടാ. بسم الله الرحمن الرحيم ഉണ്ടരുത് നോക്കെ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم بسم الله بسم الله. ഇയാൾ കാലം പൊളന്നിട്ട് എന്ത് ധൈര്യത്തിൽ അവിടെ പോയിട്ടിരിക്കുന്നേ? അതിന്റെ കാർണോറ മോനൊന്നുമില്ല, ജിന്നിന്റെ കയ്യാ. ആ ബുക്കിന്റെ പകരം ഇന്റെ ചുക്കാമണി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കീറി പൊളന്നു തൂറായിരുന്ന പോലെ അതിന്റെ കുണ്ടൊക്കെ പോയിട്ട് ഇരുന്നോടത്തിന്. എന്താടാ നീ ജിന്നിനെ വെച്ച് കളിക്കുവാണോടാ? തമാശ കളിയാണോടാ ഇത്? ഇവിടെ നേല് കണ്ടു കഴിഞ്ഞാൽ തൂറിപ്പോകുന്ന ആൾക്കാരെ ഞമ്മളല്ലോ. എന്നിട്ടോ ജിന്നിനെ ആവാഹിച്ചിട്ട് അവിടെ ചന്തി വെച്ചിരുന്നു. എന്തൊരു കാണണ്ട? എനിക്കൊന്നും കാണുന്നില്ല. അവിടെ ഒന്നൊരു വെള്ള എനിക്ക് പിടിക്കാൻ പറ്റുന്ന ഇഷ്ടല്ല. എനിക്ക് വൈദ്യ കൊടുക്കുന്ന ഇഷ്ടമല്ല കേൾക്കുന്നത്. എനിക്ക് പേടിയാവും. തുള്ളി തുള്ളി എഴുതുന്നത് ജിന്നല്ലേ ഇത്? അഹങ്കാരമില്ലല്ലോ. വെള്ളപ്പയപ്പം പോയിച്ചിട്ട് തുള്ളി തുള്ളി വരുന്നു. ഇങ്ങനെയല്ലല്ലോ വരണ്ടേ, ഇങ്ങനെയല്ലേ വരണ്ടേ? ഏറെ കൂടെ അല്ലേ വരണ്ടത്? തുള്ളി തുള്ളി വരുന്നു. മയ്യത്താണ് എനിക്കറിയില്ല, മയ്യത്താന്ന് തോന്നുന്നു. മോനെ വേഗം പോയിട്ട് നിസ്കരിച്ചു, അല്ല ഇന്റെ കാര്യം പോക്കാം. ജിന്നി ഇന്നെ ചുറ്റിട്ട് അങ്ങനെ വന്ന പിന്നെ ഇന്റെ ജീവിതം പോയി. ജീവിതകാലം മുഴുവൻ ഇന്നെ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. തമാശന്നൊന്നും ഇനി വിചാരിക്കണ്ട. തമാശന്ന് വിചാരിക്കണ്ട. തമാശ എല്ലാം മാറും. താനല്ലേ ശരിക്കും വന്നാ നീക്ക് തമാശ എല്ലാം മാറും. വേഗം പോയിട്ട് നിസ്കരിച്ചോ, നല്ലത് പറയുന്നത്. സെമിത്തേരി പോയി അതാ മറ്റേ സാധനടാ.
അത് കഴുത്തില് കെട്ട്, നടുവില് കെട്ട്, കാലിന് കെട്ടില്ല ആ സാധനം. എന്തോ ഒച്ചയാക്കുന്നുണ്ട്, എന്തോ ഒച്ചയാക്കുന്നുണ്ട്. ഈ സാധനം തുള്ളി വരാ. അതുണ്ട്, ഈ സാധനം തുള്ളി വരാ. ഇതിന് നടക്കാൻ പറ്റൂല തോന്നുന്നു കേട്ടാ. തുള്ളിട്ടാ തോന്നുന്നു ഈ സാധനം. ഇന്തോനേഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതര പ്രേതം. പേടിപ്പിക്കാൻ വരുന്നതിന്റെ മുമ്പ് ഇവര് റബ്ബറും പാലും കുടിക്കും, പിന്നെ ഒരേ തുള്ളല. ഡാഷ് ക്യാം വ്യൂ ആട്ടെ. ആരോ കാറും കൊണ്ടുപോകുമ്പോ standing by the side of the road, a figure wrapped in white, just staring at him, not moving, just watching as he drives past, and the entire time it doesn't look away. കാറും കൊണ്ട് പോകുന്നവരോ, അതായത് മറ്റേ സാധനം. ഇതിന്റെ മുഖം നോക്ക്, പോസ് ചെയ്ത് ഇതിന്റെ മുഖം നോക്കിക്ക്. മനുഷ്യനെ പോലെ ഉണ്ട്, കെട്ടിട്ടാക്കിയതാണ് ഇത്. മുഖം ഒരു മാതിരി കോലം. കുഴിച്ചിട്ട് അതിന്റെ കൊറേ കാലം കബറിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് പോയിട്ട് അത് എണീച്ച് വന്ന എങ്ങനെ ഉണ്ടാവും? നമ്മളെ തൊലിയെല്ലാം ഫുള്ള് പോയിട്ട് ദ്രവിച്ച് വറ്റി വരണ്ടിട്ടുള്ള ആ ഒരു ലുക്കല്ലേ. പെരിക്കുന്നു. വീഡിയോ കോൾ ചെയ്ത് പോവാണേ. ബാക്കിൽ വല്ലത് വരുവാ. അതാ ഈ സാധനം ഇതാ ഇവര് തുള്ളി ഇടുന്നുണ്ടോ? എനിക്ക് പിടിക്കാൻ വരുന്ന ഇഷ്ടമല്ല. ഇവരെ കാഴ്ചപ്പാടിൽ ഈ ജിന്ന് ഈ വെള്ളം ഇട്ടിട്ട് കഴുത്തിലൊരു കെട്ട്, ഊരക്കൊരു കെട്ട്, കാലിനൊരു കെട്ട്, എന്നിട്ട് ഈ തുള്ളി വരുന്ന സാധനം. ഇന്തോനേഷ്യക്കാരെ ഈ സാധനം ഉണ്ടാക്കി വിടുന്നത് തോന്നുന്നു. ശരിക്കും ജിന്ന് എങ്ങനെയാന്ന് രൂപം എന്താന്നൊന്നും അറിയില്ല. ഇതൊക്കെ ചിലപ്പോ മയ്യത്ത് എണീച്ച് വന്നായിരിക്കും. മയ്യത്തില് ചിലപ്പോ പ്രേതം കയറിയിട്ട് എണീച്ചു. ഒറിജിനൽ ജിന്ന് ഇങ്ങനൊന്നല്ല. ഒറിജിനൽ ജിന്ന് ഇതിനെക്കാട്ടെ ടെററാ. ഇങ്ങനെ തുള്ളി ചുമ്മാ പേടിപ്പിക്കൊന്നുമില്ല. ഈ ജിന്നിന്റെ അകത്ത് തന്നെ നല്ല ജിന്ന്, വടക്ക് ജിന്ന് എന്നൊക്കെ അല്ല പറയുന്നേക്കാം. എവിടെയാ പോന്നെ മോളെ? വരെ കൊണ്ടാക്കി തരാൻ ഞാനും വരട്ടേന്ന് വല്ല ചോദിക്കാൻ വന്നയായിരിക്കും. പിന്നെ ഇങ്ങനത്തെ സാധനം കാണുമ്പോൾ നമ്മള് പേടിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചു. ഇതിന്റെ അടുക്കല്ല അറ്റാക്കെല്ലാം വന്നാലോ. ഒരറബി സാധനം ഓടിയോടോ. ആദ്യമായിട്ട് ഒരുത്ത പ്രയത്തിന് ഓടിച്ചു പിടിക്കുന്നു. അവിടെ എന്റെ പെണ്ണും പുള്ളി എല്ലാടാ ഓടിപ്പോന്ന ജിന്നാടാ. തോർച്ചു പിടിച്ച് ഓടുന്നു എന്റെ പയ്യന്. സാധനം കാണില്ല, വാനിഷ്ഡ്. അതാരോ ഓടിയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ശരിക്കും ഉള്ള പോലെ തോന്നുന്നില്ല. ആരോ ശരിക്കും ഓടിയ പോലെ തോന്നുന്നു. ഇതേപോലെ എവിടെയും കണ്ടിട്ട് അതിന്റെ ബാക്കിലൊന്നും ഓടാൻ നിൽക്കണ്ട കേട്ടാ. നമ്മള് പകുതി വരെ ഓടും. ആടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ആ ചിന്നിന്റെ ഒപ്പരം തന്നെ പോവാം നമുക്ക് പരലോകത്ത്. ഇതേതോ ഒരുത്തെ ഇതേപോലെ ജിന്നിനെ കണ്ടപ്പോ ഓന്റെ തലക്ക് സ്പാൻഡർ ഇട്ട് അടിച്ചിട്ട് ഓനെ ബോധം കെടുത്തി തെങ്ങിന്റെ മണ്ടക്ക് ഇട്ട് തളർന്ന് കിടന്നിട്ട് ഇത് അടികൊണ്ടിട്ട്. Buru ya pok petra eta bralanek aman lanek pocong keneng lanek. എനിക്ക് എന്തെല്ലാം മതി. ഇന്നത്തേക്ക് ഇട്ടാ മതി. ജിന്ന് വേണ്ട, നമുക്ക് മറ്റേ ഗോസ്റ്റ് മതി. നമുക്ക് സാധാ ഗോസ്റ്റ് ആണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് നമ്മളെ കംഫർട്ടിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത് നമ്മളെ കംഫർട്ടിന് പറ്റിയ സാധനമല്ല. അപ്പൊ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ അടുത്ത പാർട്ടിന് വേണമെങ്കിൽ മാത്രം കമന്റ് ഇട്ടേ, അല്ലാണ്ട് വെറുതെ കൊണ്ടുപോയിട്ട് കമന്റ് ഇടണ്ട. അതന്നെ പണ്ടാറ് ഇത് രാത്രി 2 മണിക്ക് എഡിറ്റും ചെയ്യണം. പിന്നെ ഓക്കെ ബൈ.